മെയ് 4, 2024 ഉത്തർപ്രദേശിലെ ബീജിനർ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു മെസ്സേജ് വരികയാണ്. വാട്സപ്പ് തുറന്നു നോക്കിയപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു വീഡിയോ ആണത്. ആ വീഡിയോ തുറന്നു നോക്കിയപ്പോൾ പോലീസുകാർ കണ്ടത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഒരുത്തൻ ജീവന് വേണ്ടി ഭയന്ന് പോലീസുകാരോട് കെഞ്ചുന്നൊരു വീഡിയോ ആയിരുന്നു അത്. ദേഹത്ത് മുഴുവനും മുറിവുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ പോലീസുകാർ ആ നമ്പറിലോട്ട് ഫോൺ കോൾ ചെയ്യുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ ഈ സ്ഥലം എവിടെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ സ്ഥലത്തോട്ട് പോലീസുകാർ പോവുകയാണ്. പോലീസുകാരും കാത്തുകൊണ്ടായിരുന്നു ഈ പയ്യൻ അവിടെ നിന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഈ പയ്യനെ കൂട്ടിക്കൊണ്ടുപോയതിന് ശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയാണ്. പിന്നീട് എന്താണ് ഈ പയ്യൻ പറഞ്ഞത്, അതുപോലെ തന്നെ ആ വീഡിയോയിൽ അടങ്ങിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ പയ്യൻ്റെ പേരായിരുന്നു മനാൻ റസീൽ എന്ന്. നല്ല രീതിയിലുള്ള പണിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തു വരുന്ന ഒരുത്തനായിരുന്നു. അങ്ങനെ ഇവന് പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ ആ ഭാഗത്ത് തന്നെ നല്ല രീതിയിൽ സുന്ദരിയായ മെഹർ ജഹാൻ എന്ന് പറയുന്ന പെൺകുട്ടി ഇവൻ കാണുകയാണ്. വളരെയധികം ഇവനിക്കും അട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവൻ അവളെ സ്നേഹിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. ഇവനിക്ക് അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഭയമായിരുന്നു. അങ്ങനെ ഒടുവിൽ 2 മാസത്തിന് ശേഷം ഉള്ള കാര്യങ്ങൾ മുഴുവനും ഇവൻ തുറന്നു പറയുകയാണ്. അതിനുശേഷം 2 പേരും കൂടിയിട്ട് കമ്മിറ്റഡ് ആവുകയാണ്. പിന്നീട് 2 പേരും സാധാ കപ്പിൾസിലോട്ട് തന്നെ വിവിധ സ്ഥലങ്ങളിലോട്ട് പോവുകയും അതുപോലെ തന്നെ പാർക്ക്, അതുപോലെ തന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്ന കാര്യങ്ങളൊക്കെ പതിവായിരുന്നു. അങ്ങനെ 2 പേരും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് 3 മാസത്തിന് ശേഷം ഈ മെഹറിൻ്റെ വീട്ടിൽ തന്നെ നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഇവൻ്റെ റിലേറ്റീവ് ഒരു ആലോചനയുമായി വരുന്നത്. ഇവക്കും ആ റിലേറ്റീവിനെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയാണ്. ഇഷ്ടപ്പെട്ടതിന് ശേഷം 2 പേരെയും കൂടി നിശ്ചയം കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നടത്തുകയാണ്. ഇവർക്ക് ഇവനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങൾ റസീൽ മനസ്സിലാക്കിയതിന് ശേഷം നേരെ ഇവളെ വീട്ടിലോട്ട് വന്നതിന് ശേഷം അവിടെ കടന്ന് ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം ഈ ആലോചനയുമായി വന്ന ആൾക്കാരെ മുമ്പിലോട്ട് ഇവർ 2 പേരും പേഴ്സണലായി പോയ റിലേഷൻഷിപ്പിലുള്ള കുറച്ച് വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് പേഴ്സണലായിട്ട് 2 പേരും കൂടിയിട്ട് ബീച്ചിലും അതുപോലെ തന്നെ തിയേറ്റേഴ്സിലും കാര്യങ്ങളിലും പോയപ്പോൾ എടുത്ത വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇവളെ കല്യാണം അവർ തന്നെ വേണ്ട എന്ന് വെച്ച് വിട്ടു. ഈ മെഹറിനെ അപ്പോൾ ഇവൻ തന്നെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കണം. അതായത് 2 പേരും തമ്മിൽ സ്നേഹത്തിലാണ്. അതുപോലെ തന്നെ 2 പേരെ കുടുംബവും തമ്മിൽ തീരുമാനിച്ച കാര്യമെന്ന് പറയുന്നത് 2 പേരും സ്നേഹത്തിലാണ്. അതുപോലെ തന്നെ 2 പേരും ഒരു ജാതിയിൽപ്പെട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ 2 പേരെയും കൂടി വിവാഹം കഴിപ്പിക്കുകയാണ്. വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇവരെ പ്രശ്നങ്ങൾ മുഴുവൻ തുടങ്ങുന്നത്. ഇവൾ നല്ല രീതിയിൽ മദ്യപിക്കും, അതുപോലെ തന്നെ സിഗരറ്റും വലിക്കുന്ന ഒരാളായിരുന്നു. സ്നേഹിക്കുന്ന ടൈമിൽ ഇവനിക്കുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയാമായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ 2 പേരും സ്നേഹിച്ചതിന് ശേഷം വിവാഹം കഴിക്കുകയാണ്. പിന്നീട് 2 പേരും 3 മാസത്തിന് ശേഷം വേറൊരു സ്ഥലത്തോട്ട് വീടെടുത്ത് മാറി താമസിക്കുകയാണ്. മാറി താമസിച്ചതിന് ശേഷമാണ് ഇവൾ അധികമായിട്ട് ഈ സിഗരറ്റും അതുപോലെ തന്നെ കള്ളും ഇവനെടുത്ത് ചോദിക്കുന്നത്. ഇവൻ ഇതെല്ലാം വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു. പിന്നീട് ഇവളുടെ സ്വഭാവം വേറെ തരത്തിലോട്ട് മാറി വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ ഇവനിക്ക് എതിർക്കാനുള്ള ശേഷിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവനിക്ക് ഇവളെ ഒരു ഭയമാവാൻ തുടങ്ങിയാണ്. വിവിധ തരത്തിൽ ഇവൾ മദ്യപിച്ചതിന് ശേഷം ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടി തുടങ്ങിയാണ്. പലതരത്തിലും ഇവനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയാണ്. അതൊക്കെ കൊണ്ട് തന്നെ ഇവൻ വർക്ക് ചെയ്യുന്നിടത്ത് ഓവർ ഡ്യൂട്ടി എടുക്കാൻ തുടങ്ങിയാണ്. വീട്ടിലോട്ട് വരാൻ തന്നെ ഇവനിക്ക് ഭയവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവനിക്ക് ഭയം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ വീട്ടിലോട്ട് അധിക സമയം ഇവൻ വരാറുണ്ടായിരുന്നില്ല. ഇവൻ വീട്ടിൽ വരുന്ന ടൈമിൽ ഇവനെ ടോർച്ചർ ചെയ്യലും കാര്യങ്ങളൊക്കെ പതിവായിരുന്നു. ഒടുവിൽ ഇവ പണിയെടുക്കുന്നിടത്ത് നിന്നും ഇവനിക്ക് തലവേദന സുഖമില്ലാതെ ആയതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് തിരിച്ചു വരികയാണ്. ഏകദേശം രാവിലെ പോയതിന് ശേഷം പിന്നീട് ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് ഇവൻ വീട്ടിലോട്ട് വരുന്നത്. വീട്ടിലോട്ട് വന്നപ്പോൾ ഈ മെഹർ എന്ന് പറയുന്ന ഇവൻ്റെ ഭാര്യ വീട്ടിലില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഇവൻ ഭാര്യയെ വിളിച്ച് ചോദിക്കുകയാണ്, നീ എവിടെയാണ് പോയത്, ഞാൻ സുഖമില്ലാതെ വീട്ടിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴാണ് മെഹർ പറഞ്ഞത്, നീ വേണമെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കുക, അപ്പുറത്തെ വീട്ടിൽ ചാവിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ വീടിൻ്റെ വാതിൽ തുറന്നകത്ത് കയറുന്നത് പറഞ്ഞു. അപ്പോൾ ഇവൻ റസീൻ ചോദിക്കുകയാണ്, നീ എവിടെയാണ്, അതൊന്നും നീ അന്വേഷിക്കേണ്ട എന്ന് പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ട് തന്നെ വാതിൽ തുറന്നിട്ട് വീട്ടിനകത്തോട്ട് കയറുകയാണ്. ഇവൻ വീട്ടിനകത്തോട്ട് കയറി ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. 1:10 കൂടിയിട്ട് ഒരു വാഹനത്തിന് സൗണ്ട് കേട്ടു. ഒരു ബൈക്കിന് സൗണ്ടായിരുന്നു. ഇവൻ വാതിൽ തുറന്ന് പുറത്ത് നോക്കിയപ്പോൾ ഇവൻ്റെ ഭാര്യയായ മെഹർ, അതായത് മുമ്പ് ഇവൻ്റെ റിലേറ്റീവുമായിട്ട് കല്യാണം ആലോചിച്ചല്ലോ, ഈ മെഹറിൻ്റെ റിലേറ്റീവുമായി കല്യാണം ആലോചിച്ച് അവൻ്റെ കൂടെ തന്നെ വാഹനത്തിൽ വന്നിറങ്ങിയാണ്. അപ്പോൾ തന്നെ ഇവൻ ചോദിക്കുകയാണ്, എടി നീ എന്തിനാണ് അവൻ്റെ കൂടെ വന്ന് ഇറങ്ങിയത്, അതുപോലെ തന്നെ നിനക്ക് അവനുമായിട്ട് ഇപ്പോഴും റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും നീ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പോവുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പോയി. പിന്നീട് ഇവിടെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരികയാണ്. അങ്ങനെ ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ കൊണ്ട് തന്നെ നീ കേക്കൊന്നും വാങ്ങിക്കണ്ട, നീ എന്താക്ക് മദ്യവും സിഗരറ്റും മാത്രം വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇവരൊരു ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ തന്നെ ഇവർ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു.
വീട്ടിലെ ബെഡ്റൂമിൽ അതുപോലെ തന്നെ ഹാളിലും കിച്ചണിലും ഇവൻ കൊണ്ടുപോയി CCTV വെച്ചു. ഇവൾ ഉപദ്രവിക്കുന്ന വീഡിയോസും കാര്യങ്ങളും ഇവൻക്ക് വേണ്ടിയിട്ട് ഒരു തെളിവായിട്ട് എടുക്കാമെന്നായിരുന്നു ഇവൻ വിചാരിച്ചത്. ഇവർക്ക് ഡിവോഴ്സിന് വേണ്ടിയിട്ട് തന്നെ ഇവളുടെ അടുത്ത് പോയി ഉള്ള കാര്യങ്ങൾ പറയാൻ തന്നെ ഇവൻക്ക് ഭയമായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ ബർത്ത്ഡേയും കാര്യങ്ങളിലും വന്നപ്പോൾ തന്നെ ഇവൾ കള്ളും മദ്യവും എല്ലാം വാങ്ങിക്കാൻ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ പോയി വാങ്ങിച്ചു വന്നു. പിന്നീട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ മദ്യപിച്ച് മുഴുവൻ രണ്ടുപേരും ഓഫാകുകയാണ്. ഈ റസീനാണെങ്കിൽ അധികമായി മദ്യപിച്ച് ശീലമില്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് കുടിച്ചപ്പോൾ തന്നെ അവൻ്റെ ബോധം പോയി ഇവൻ കട്ടിൽ പോയി കിടക്കുകയാണ്. കട്ടിൽ പോയി കടന്നതിന് ശേഷം പിന്നീട് ഇവള് നല്ല രീതിയിൽ മദ്യപിക്കുന്നുണ്ട്. നല്ല രീതിയിൽ മദ്യപിച്ചതിന് ശേഷം ഫോണിൽ ഒരു പോൺ വീഡിയോ എടുത്തതിന് ശേഷം കാണിച്ചു കൊടുക്കണം, ഇതുപോലെ തന്നെ നീ ചെയ്യണമെന്ന് പറയുകയാണ്. എനിക്കിപ്പോഴൊന്നും കയ്യിൽ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. പെട്ടെന്ന് റസീനെ ഇവള് അവിടെ കട്ടിലിൽ കെട്ടിയിടുകയാണ്. കട്ടിലിൽ കെട്ടിയിട്ടതിന് ശേഷം സിഗരറ്റ് വലിച്ച് ഇവൻ ദേഹത്ത് മുഴുവൻ പൊള്ളിപ്പിക്കുകയാണ്. ഇവൻ്റെ പേഴ്സണൽ പാർട്ടിൽ ഇവർ സിഗരറ്റ് വെച്ച് പൊള്ളിപ്പിക്കുകയാണ്. അതിനുശേഷം ഇവൾ നേരെ അടുക്കളയിൽ പോയതിന് ശേഷം കത്തി എടുക്കുകയാണ്. കത്തി എടുത്ത് വന്നതിന് ശേഷം ഇവൻ്റെ ദേഹത്ത് മുറിച്ചതിന് ശേഷം ഇവൻ്റെ പേഴ്സണൽ പാർട്ട് വരെ മുറിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇവൻ കാല് വെച്ച് പെടിഞ്ഞെന്തൊക്കെയോ ആക്കിയപ്പോൾ ഇവൾ അവിടെ നിലത്ത് വീണപ്പോൾ തന്നെ ഇവളെ ബോധം പോവുകയാണ്. ബോധം പോയി പിറ്റേ ദിവസമായി. അതായത് ഇവന് മദ്യലഹരിയിലായതുകൊണ്ട് തന്നെ അന്നേ ദിവസം ഇവനിക്ക് വലിയ രീതിയിൽ വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഇവനിക്ക് എഴുന്നേച്ചപ്പോൾ ഇവനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. ഇവൻ അവിടെ ഒച്ചയിട്ട് അലറി കരയുകയാണ്. അപ്പോഴാണ് ഈ മെഹ്ർ എന്ന് പറയുന്ന ഇവളും ബോധത്തിലോട്ട് വരുന്നത്. ബോധത്തിലോട്ട് വന്നപ്പോൾ തന്നെ ഇവളെടുത്ത് ചോദിക്കുകയാണ്, നീ എന്താ ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കിയതാണോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവൾ പറയുകയാണ്, ഒരു പുച്ഛത്തോടെ ഇവൻ്റെ അടുത്ത് പറയുകയാണ്, നിനക്ക് കുറച്ച് മുറിവും കാര്യങ്ങളൊക്കെ അല്ലേ പറ്റിയിട്ടുള്ളൂ, അത് ഞാൻ മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് മരുന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന്. ഈ കാര്യങ്ങളൊക്കെ CCTVയിൽ റെക്കോർഡായിട്ടുണ്ടായിരുന്നു. ഇവൾ ഈ മെഡിക്കൽ ഷോപ്പിലോട്ട് മരുന്ന് വാങ്ങിക്കാൻ പോയ ആ ഗ്യാപ്പിൽ തന്നെ ഇവൻ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ പോലീസുകാർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസുകാർ നേരെ വന്ന് ഇവളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.